സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് പ്രതാപനെയാണ്. അപ്പം പ്രതാപൻ 4 കാലിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ബിന്ദു വാതിലൊക്കെ തുറന്നു. എടി ബിന്ദുവേ എന്നൊക്കെ പറഞ്ഞ് വാതിലൊക്കെ തുറന്നു കൊടുത്തു. അപ്പൊ നേരെ അകത്തേക്ക് കയറി വന്നു. ആള് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. ഓഹോ, എത്തിയോ? നല്ല ഫോമിലാണല്ലോ വരവ്. അപ്പം വല്ലതും നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതോ വല്ലതും കഴിച്ചോ? കഴിച്ചു. പൊറോട്ട, ബീഫ്, പിന്നെന്താ ബിരിയാണി, അങ്ങനെ ഒരുപാട് വയറ് നിറച്ച് കഴിച്ചു. കഴിച്ചതിന്റെ കൂട്ടത്തിൽ കുറെ കള്ളും കൂടി മോന്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. കള്ളല്ലടി, ഒന്നാന്തര സ്കോച്ച്. നീ സ്കോച്ച് എന്നുള്ള പേരിനെ അപമാനിക്കരുതേ, സ്കോച്ച് എന്ന് തന്നെ പറ. അയ്യോ, അങ്ങനെ പറഞ്ഞില്ല. ചിലപ്പോ കള്ള് ചിലപ്പോ പിണങ്ങി അങ്ങ് വീട്ടിൽ പോയാലോ, അല്ലേ? അതുകൊണ്ടായിരിക്കും. അതേടി, ഇന്ന് ഇന്ദ്രന്റെ വക ബാച്ചിലർ പാർട്ടി ആയിരുന്നു. ഒരു 2ാം ഘട്ടനുണ്ടോ ഈ ബാച്ചിലർ പാർട്ടിയൊക്കെ? നീ അങ്ങനെ പറഞ്ഞ അവനെ അപമാനിക്കരുത്. അവൻ ആരാ? പൊന്നും മഠത്തിലെ മരുമകൻ. അപ്പോ ഈ ഞാനാരാ? നിങ്ങൾ ആരാകാനായിന് എന്ന് ചോദിച്ചോ. ഞാനേ അയാളുടെ PA. അപ്പോ എന്താ സംഭവിക്കുക? പൊന്നും മഠത്തിന്റെ കാര്യം ഓർത്തിട്ട് നീ കണ്ടോ? അപ്പൊ ഈ പ്രതാപന്റെ കാര്യം എന്താകും? നീ ഒന്ന് ആലോചിക്ക്. രാജാവും മന്ത്രിയും. അപ്പൊ ഇന്ദ്രന്റെ പ്രധാനമന്ത്രിയായ ഞാനും രാജാവും കൂടി ആ പൊന്നമ്പടം ഒരു പരുവാക്കും. നീ കണ്ടോ? അത് ഞാൻ പൊന്നമ്പടം എടുത്ത് തലയും കുത്തി വെച്ചില്ലെങ്കിൽ എന്നെ ഇങ്ങനെ 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 നീ വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ, അല്ല പൈസ വല്ലതും ഒക്കത് കാര്യമാണോ? പിന്നല്ലാതെ. പൈസയ്ക്ക് പൈസ, സ്വർണത്തിന് സ്വർണം. ഇപ്പൊ കുറ്റിച്ചിറ ബിന്ദുവിനും ഒന്നൊരു മോഹം. എല്ലാം കിട്ടും. അവരുടെ എല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കല്ലേ. അതൊക്കെ അങ്ങ് മാറില്ലേ എന്റെ പൊന്നു ബിന്ദു? അതൊക്കെ എത്ര ദിവസത്തേനാ എന്ന് ചോദിച്ചു. നീയേ കളി കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ബിന്ദു ഒരു ഭയങ്കര സന്തോഷം. ഇവൻ പറയുന്ന കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തടയൂലോ എന്നൊരു ആലോചന. അപ്പം അതെ പ്രതാപേട്ട, കുളിക്കാൻ ചൂടുവെള്ളം വരട്ടെ. ആട്ടെ. അപ്പൊ ബിന്ദു നേരെ അകത്തേക്ക് കയറി പോവാണ്. പിന്നെ ഇന്ദ്രനെ കാണുന്നത്. അപ്പൊ ഇന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈക്ക് അങ്ങോട്ടേക്ക് വരികയാണ്, ചായയൊക്കെ ആയിട്ട്. ദൈവമേ, മേഡത്തിന്റെ ശബ്ദം ഇനിയും ശരിയായില്ല എങ്കിൽ ഈ സൈക്കോ എന്നെ കൊല്ലോ എന്തോ. അപ്പൊ വേഗം ഇന്ദ്രൻ തിരിഞ്ഞു നോക്കുമ്പോ, താൻ എന്താടോ എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കണോ? അയ്യോ, ഞാൻ പേടിച്ചു നിന്നാണേ. മേഡത്തിന്റെ ശബ്ദം ശരിയായില്ലെങ്കിൽ സാർ എന്നെ കൊല്ലോ എന്നൊരു പേടി. അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിരിക്കും. എന്തെങ്കിലും വഴി കിട്ടിയിട്ടുണ്ടോ? കുറച്ച് ഐഡി കിട്ടിയിട്ടുണ്ട്. കുറച്ച് മനഃശാസ്ത്രപരമായിട്ടൊരു നീക്കം. അതെന്തുവാടോ? സൈക്കോളജിക്കൽ അപ്രോച്ച്. താൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചോടോ? പഠിക്കും. എന്താണെങ്കിലും ഒരു വേണ്ടി വന്നാൽ സൈക്കോളജി വരെ പഠിക്കും. പ്രത്യേകിച്ചൊരു സൈക്കോയുടെ കൂടെ ജയിക്കുമ്പോ. എന്താ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ നമ്മളെല്ലാം കുറച്ച് പഠിച്ചിരിക്കണമല്ലോ. അങ്ങനെ അറിയാം, അത്രേ ഉള്ളൂ. എന്നാ മൊഴിയും തന്റെ സൈക്കോളജിക്കൽ അപ്രോച്ച്. സാറേ, രാജലക്ഷ്മി മേഡത്തിന് ശരിക്കും കുഴപ്പമൊന്നുമില്ല എന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ എങ്ങനെയാണോ മിണ്ടാതിരിക്കുന്നത്? ഇതിപ്പോ ഏറു മാത്രല്ലേ ഉള്ളൂ. പ്രേതത്തിനെ കണ്ട് ശബ്ദം പോയി എന്ന് വിചാരിക്കണതാ. രാജലക്ഷ്മി മേഡം തന്നെ വിചാരിച്ചാല് ഇനി ശബ്ദം തിരിച്ചു കിട്ടൂ. എടോ, താൻ എന്താ ഈ പറയുന്നത്? സാറേ, ഇത് കേക്ക്. അപ്പൊ ഇവർ രണ്ടുപേരുടെ കുറെ ഗൂഢാലോചനയൊക്കെ നടത്തി. എന്നിട്ട് ഞാൻ കണ്ടെടുത്തോളം മേഡം ഒരു ആക്രാന്തക്കാരിയാ. അതുകൊണ്ട് ശാസ്ത്രം തോറ്റെടുത്ത് ആക്രാന്തം ജയിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. ആണോ? എങ്കിൽ നമുക്കതൊന്ന് പ്രയോഗിച്ചു നോക്കാം എന്ന് പറഞ്ഞ ഇന്ദ്രനും ഇവർ മൈക്കൂടി ഇത് പ്രയോഗിക്കാൻ പോവാണ്. ഈ സമയത്ത് രാജലക്ഷ്മി അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് യോഗയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആള് ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് ആയിരിക്കുന്നത് കേട്ടോ. ഒരു അകത്തേക്ക് കയറി ചെന്നിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു മൈക്ക്. എടോ മൈക്ക്, കേട്ടോ? ഒരു കണക്കിന് അമ്മയ്ക്ക് ശബ്ദമില്ലാതെ പോയത് വളരെ നന്നായി അല്ലേടോ? അപ്പോഴേക്കും വേഗം ശ്രദ്ധിക്കുവാണ്. അതെന്താ സാറേ ഇപ്പൊ അങ്ങനെയൊരു ടോക്ക്? എടോ, അതല്ല, ശബ്ദം തിരിച്ചു കിട്ടിയാലേ അമ്മയെ കല്യാണത്തിന് കൊണ്ടുപോണ്ട എന്നങ്ങ് തീരുമാനിച്ചാ മതിയെന്നേ. അത് ശരിയാവോ? ശബ്ദം തിരിച്ചു കിട്ടി അമ്മ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു പോടോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്.
അപ്പോഴേക്കും രാജ്യലക്ഷ്മി വേഗം എഴുന്നേറ്റ് നിൽക്കുവാണ് കേട്ടോ. അവിടെ ഇരുന്ന ആളാണ്. ഈ പൊന്നുമടങ്കാരുടെ സ്വത്തുക്കളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണല്ലോ. ഇന്നലെ അതെല്ലാം മാറി കിട്ടിയെന്നേ. അതുകൊണ്ട് അവര് തരാൻ പറഞ്ഞ സ്ത്രീധന തുക അത് പരിഷ്കരിച്ചു. 1001 പവനാണ് എനിക്ക് ഋതുവിന് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 1001 പവനോ? പിന്നെ മൂന്നാറിലെയും വയനാട്ടിലെയും റിസോർട്ടുകൾ, പിന്നെ 1 കോടി രൂപ പോക്കറ്റ് മണി അതും കിട്ടും. 1 കോടി രൂപയോ? ശബ്ദം തിരിച്ചു കിട്ടി. അമ്മ കല്യാണത്തിന് വന്ന ഇതെങ്ങനെങ്കിലും മനസ്സിലാക്കും. അതിൽ നിന്ന് 70% അമ്മ പിടിങ്ങെടുക്കുകയും ചെയ്യും. ഉറപ്പാ സാറേ അത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ശബ്ദമില്ലാത്ത കാരണം പറഞ്ഞ് അമ്മയെ നമ്മള് കൊണ്ടുപോകാതിരുന്നാല് എനിക്ക് തന്നെ ഇതെല്ലാം കിട്ടില്ലേടോ. എങ്ങനെയുണ്ട് ഐഡിയ എന്ന് ചോദിച്ചു. 1001 പവൻ. ഓ, അപ്പോഴേക്ക് രാജലക്ഷ്മി ഇതെല്ലാം കേട്ടിങ്ങനെ നിൽക്കുക. എങ്ങനെയുണ്ട് ഐഡിയ? കൊള്ളാം അല്ലേ? 2 റിസോർട്ടും 1 കോടി രൂപയും എന്ന് പറഞ്ഞു. എടോ, എനിക്ക് തന്നെ അത് ആഘോഷിച്ചങ്ങ് തീർക്കത്തില്ലേടോ? ശരിയാക്കി തരാം. തീർത്തങ്ങ് അമ്മയെ അപ്പൊ വരണം എന്ന് പറയുമ്പോഴോ ശബ്ദമില്ലാതെ കൊണ്ടുപോവില്ല എന്ന് തീർത്തങ്ങ് പറയണം. അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് അമ്മയോടെ നിൽക്കുമായിരുന്നു അല്ലേ? ഒന്നും കേട്ടില്ലല്ലോ അല്ലേ? അപ്പൊ എന്തൊക്കെയോ പറയാം. എന്താ അമ്മ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ മൈക്ക് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. അപ്പൊ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ് കേട്ടോ ഇങ്ങനെ കുറെ നേരം. അമ്മേ, എനിക്കിനി എന്തെല്ലാം ചെയ്യാനുണ്ട്. ഇനി ഇത് ശരിയാവുമെന്ന് തോന്നില്ല. കുറച്ചു കാലോടെ ഇങ്ങനെ അങ്ങ് പോകും, അത്രേ ഉള്ളൂ. ഇവന്മാർ രണ്ടുപേരുടെ പ്രകോപിക്കുവാണ്. അമ്മേ പ്ലീസ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് നടപടിയാവുന്ന കേസേ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ കുറെ നേരം സംസാരിച്ച ശേഷം, ഇതെന്താ അമ്മയ്ക്ക്? എന്റെ അമ്മേ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇയാളോട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനാ പറയുന്നത്. ഓ, എനിക്ക് അങ്ങ് വയ്യ. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ മടുത്തു. എനിക്ക് പറ്റില്ലെന്നേ എന്ന് പറഞ്ഞു. ഇത്ര മാസായില്ലേ, വെറുതെ ഇത് ശരിയാവൂല, കഷ്ടം തന്നെ എന്ന് പറഞ്ഞു. അയ്യോ, ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്ത് അമ്മ റെസ്റ്റ് എടുക്ക്. പാടോ, നമുക്ക് കല്യാണത്തെ കുറിച്ച് സംസാരിക്കാം. അല്ല സാറേ, ആ റിസോർട്ടിന്റെ മാനേജർ ഞാൻ തന്നെയാണല്ലോ അല്ലേ? ആ, പിന്നെന്താ, അമ്മയെ നമുക്ക് ഇവിടെ ഇട്ട് പൂട്ടാം. എന്നിട്ട് പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. പിന്നെ മൈക്കേ, അമ്മയ്ക്ക് ഇപ്പൊ സംസാരശേഷിയില്ലല്ലോ. അമ്മ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ലടോ. അപ്പൊ അവിടെ നിന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഡാ എന്നൊരു വിളി. അമ്മ തന്നെയാണോ വിളിച്ചത്? അതേടാ ഞാനാ എന്ന് പറഞ്ഞ രാജലക്ഷ്മിയുടെ ശബ്ദം ആ എക്സൈറ്റ്മെന്റിൽ തിരിച്ചു വരുവാ. എനിക്ക് ശബ്ദമില്ലാത്തോണ്ട് എനിക്ക് ഒഴിവാക്കിയിട്ട് നിനക്ക് സ്വർണവും സ്വത്തും പൈസയും ഒക്കെ ഒറ്റയ്ക്ക് വിഴുകാനിരിക്കുവായിരുന്നു അല്ലേടാ നീ? അപ്പൊ ഇന്ദ്രനും മൈക്കും ഇവിടെ ഭയങ്കര ചിരി കേട്ടോ. എന്തിനാടാ രണ്ടും കൂടെ ഇങ്ങനെ കിടന്ന് കിളിക്കുന്നത് എന്ന് ചോദിച്ചു. ഹോ, എന്താണെങ്കിലും ഇതാണമ്മേ ശാസ്ത്രം തോറ്റെടുത്ത് ആക്രാന്തം ജയിച്ചു എന്ന് പറയുന്നത്. എന്ന് വെച്ചാ എന്റെ പൊന്നമ്മേ, എല്ലാം ഇയാളുടെ ഒരു ബുദ്ധിയായിരുന്നു. ശബ്ദം തിരിച്ചു കിട്ടിയില്ല എങ്കിൽ അമ്മയുടെ കയ്യിലെത്തേണ്ട കുറെ സ്വർണവും പണവും ഒക്കെ നഷ്ടപ്പെടുമെന്ന് വന്നാൽ അമ്മ തന്നെ പരിശ്രമിച്ച് ശബ്ദം വീണ്ടെടുത്തുമെന്നോളും എന്നാണ് പറഞ്ഞത്. ആണോ? അപ്പോ ഇതൊന്നും സത്യമല്ലേ എന്ന് ചോദിച്ചു. അതിനുവേണ്ടി ചുമ്മാതോണ പറഞ്ഞു എന്നേ ഉള്ളൂ. പൊന്നമ്മട ഫ്രീസ് മാറിയെന്നും കൂടുതൽ സ്ത്രീധനം കിട്ടുമെന്നൊക്കെ. അപ്പോ അതൊന്നും കിട്ടില്ലേ എന്ന് പറഞ്ഞു. ഇല്ല, ഒന്നും കിട്ടില്ല, ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒരു നയാ പൈസ കിട്ടില്ല. അയ്യോ എന്ന് പറഞ്ഞോണ്ട് ഇതേ പിന്നെ ശബ്ദം പോയോ? ഇല്ലടാ എന്ന് പറഞ്ഞു. ആ, എന്തായാലും ശബ്ദം തിരിച്ചു കിട്ടിയല്ലോ, ഇനി ഇതുകൊണ്ട് കളയാതിരുന്നാ മാത്രം മതി എന്ന് പറഞ്ഞ മൈക്ക്. ഓ, ഞാൻ കുറെ ആഗ്രഹിച്ചു, എല്ലാം നടന്നില്ല. സാരമില്ലെന്നേ, പോട്ടെന്നേ, ഞാനൊന്ന് കല്യാണം കഴിഞ്ഞോട്ടെ, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാം എന്ന് പറഞ്ഞു രാജലക്ഷ്മി. എടോ മൈക്ക്, താനൊരു കാര്യം ചെയ്യാം, എന്റെ കാറിലിരിക്കുന്ന ബാഗിങ് എടുത്തോണ്ട് വാ. അപ്പൊ മൈക്ക് പോയി ബാഗൊക്കെ എടുക്കാനായിട്ട് അങ്ങ് പോവാണ്. അപ്പൊ ശോഭ വീടൊക്കെ ചെടിയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വണ്ടി വന്ന് നിൽക്കുന്നത്. ഇന്ദ്രനാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അമ്മേ എന്ന് വിളിച്ചോണ്ടാണ് ഇവന്റെ വരവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അമ്മയെന്ന് വിളിക്കരുതെന്ന്. പിന്നെ എങ്ങനെ വിളിക്കണം? ഒന്നുമില്ലെങ്കിലും പഴയ ഭാര്യയുടെ അമ്മയല്ലേ, അപ്പൊ പിന്നെ എന്റെ അനുജന്റെ ഭാര്യയുടെ അമ്മയും കൂടെ അല്ലേ? അങ്ങനെ ഒരു ബന്ധവും കൂട്ടിയിണക്കി എന്നെ നീ വിളിക്കണ്ട എന്ന് പറയണം. എന്റെ മകളുടെ ജീവിതം നശിപ്പിച്ച പിശാചാ നീ, അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞു. ശരിക്കും അതൊക്കെ മറക്കേണ്ട സമയമായിട്ടോ. എന്റെ അസ്ഥിയിൽ ചിതലരിച്ചാലും ഞാനതൊരിക്കലും മറക്കില്ലടാ എന്ന് പറഞ്ഞ് നിൽക്കാണ് ശോഭ. അത്രയ്ക്ക് കലിപ്പാണ് ഇന്ദ്രനോട്.
ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. പല്ലവിക്ക് ഇവരെ കണ്ടപ്പോ തന്നെ ഹാലിളകി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വന്ന ഉടനെ തന്നെ പല്ലവി ഇങ്ങനെ നിൽക്കണം. ആരാ ഇവനെ ഈ വീടിന്റെ മുറ്റത്തേക്ക് കയറ്റിയതമ്മേ? അതെന്താ എനിക്ക് ഈ മുറ്റത്ത് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ നിയമമുണ്ടോ? അപ്പൊ വേഗം അമ്മയോടാ ഞാൻ ചോദിച്ചത്, ഇവനെ എന്തിനാ ഈ മുറ്റത്തേക്ക് കയറ്റിയതെന്നാ ചോദിച്ചത്. ഞാൻ അതിന് കയറ്റിയതൊന്നും അല്ലല്ലോ, വലിഞ്ഞു കയറി വന്നല്ലോ, പിന്നെ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കാണ്. അപ്പൊ ഇറങ്ങടോ, ഔട്ട്, ഐ സേ യു ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. എന്റെ പൊന്ന് പല്ലവി, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഞാൻ വന്നതേ ഒന്നുമില്ലെങ്കിലും നമ്മള് ബന്ധുക്കാരാകാൻ പോകുന്നവരല്ലേ, കൂടുതൽ ബന്ധത്തിലേക്ക് നീങ്ങി പോകുന്നവരല്ലേ. പൊന്നും മടത്തിലെ പെണ്ണിന്റെ താലി കെട്ടിയാൽ ഇവിടെ കയറി നിറങ്ങാനുള്ള അവകാശം കിട്ടുമെന്ന് നീ കരുതിയോ? അങ്ങനെ ഒരു തെറ്റിദ്ധാരണയും എനിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാൻ എന്നും ശത്രുവാണല്ലോ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ, അതുകൊണ്ടാ കല്യാണത്തിന് അമ്മയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ ഈ ഇൻവിറ്റേഷൻ ലെറ്റർ നീട്ടാണ്. ദാമേ വാങ്ങിക്കമ്മേ. ശോഭ വാങ്ങാതെ നിന്നുട്ടോ. കുറെ നേരം നിന്നിട്ട് ഇവൻ തന്നെ ഇത് താഴിയിട്ട് ചാവുട്ടി ഇങ്ങനെ അരക്കാണ് കേട്ടോ. ഇത് കണ്ടിട്ട്, എടി നീ എന്താ വിചാരിച്ചത്? ഈ കല്യാണം ഇത്രയേ ഉള്ളൂ, എനിക്ക് നിന്നെ വേട്ടയാടി പിടിക്കാനുള്ള ഒരു ചാൻസ്, അത്രയേ ഞാൻ നോക്കുന്നുള്ളൂ. അറിയാടാ, എനിക്കറിയാവടാ, എനിക്ക് നന്നായി അറിയാം. എന്നാ നീ ഒന്നുകൂടി മനസ്സിൽ കുറിച്ചോ, ഇന്ദ്രൻ പൊന്നും മടത്തിലെ മരുമാനാവും. പക്ഷേ നീ ഒരു കാര്യം എഴുതി തന്നെ വെച്ചോ, നീ ഒരിക്കലും നീ പൊന്നും മടത്തിന്റെ വലതുകാല് വെച്ച് നീ അവിടെ കയറില്ല. അതിന് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെയാ തീരുമാനിക്കുന്നത്. എങ്കിൽ കാണാം, സീതുവേട്ടൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഒരിക്കലുമില്ല, അതിന് കാണിച്ചു തരാം ഞാൻ. എങ്കിൽ കേട്ടോ, ഒരു കാര്യമുണ്ട്, നിന്നെ ഞാൻ ആണായിട്ട് അംഗീകരിക്കും, അന്ന് മാത്രം എന്ന് പറഞ്ഞ് പല്ലവി അവനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇറങ്ങി പോടാ ഇവിടുന്ന്, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ പല്ലവി ആട്ടി ഇറക്കാണ് കേട്ടോ. കാണാം. എന്നിട്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോഴേക്കും ആകെ ദേഷ്യത്തിലായി പല്ലവി. അവന്റെ ശബ്ദം കേട്ടാൽ തന്നെ, അവൻ പറയുന്നത് കേട്ടാൽ തന്നെ അറിയില്ലേ അവളുടെ കഴുത്തിൽ കെട്ടാമെന്ന താലിക്ക് പുല്ലുവിലയാ കൊടുത്തിരിക്കുന്നതെന്ന്. ഋതുവിനോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലമ്മേ, ഇവനെ ശക്തമായി നേരിടുക മാത്രമേ ഇനി വഴിയുള്ളൂ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ അനുഭവിക്കണം എന്നോർത്ത് അവരിങ്ങനെ ആകുലപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് പൊന്നുമടത്തിലാണ്. അപ്പൊ ദേണ്ട മിത്രനും ഹരിയും കുറെ അലങ്കാര വസ്തുക്കളും കൊണ്ടുവന്ന് ആ ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ബേബി ചേച്ചി കുറച്ച് ജ്യൂസുമായിട്ട് വന്നു. എന്താടാ മക്കളെ, ഇതെന്താടാ പിള്ളേരെ, കല്യാണത്തിൻ്റെതായ ചൂടും ചുണയൊന്നും ഇല്ലല്ലോ, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റൂ. അതത് ഇപ്പൊ അങ്ങനെ ഒരു സംസാരം. മിത്രേട്ടന് നല്ല സങ്കടമുണ്ട് ചേച്ചി. അതിപ്പോ ആർക്കാ സങ്കടമില്ലാത്തത്? പല്ലവി കുഞ്ഞിനെയും സേതുവിന്റെയും കല്യാണമായിരുന്നില്ലേ നടക്കേണ്ടിയിരുന്നത്? അത് ഓർക്കുമ്പോ ഒരു വിഷമം. ഈ സമയത്താണ് നമ്മുടെ കുറുപ്പ് ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത്. കുറുപ്പ് സാറാണല്ലോ. എന്താ ബേബി, കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? ഇവിടെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ആരുടെ ഇഷ്ടത്തിന് നടക്കുന്നത്. സാർ എന്താണെങ്കിലും അകത്തേക്ക് ചെല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണെങ്കിലും കുറുപ്പേട്ടൻ അകത്തേക്ക് ചെന്നു. അവർക്ക് ജ്യൂസ് കൊടുക്കണം. എനിക്ക് ഓരോന്ന് ആലോചിച്ചിട്ട് വെള്ളം ഇറങ്ങുന്നില്ലടാ. നാളത്തെ കല്യാണം പൊളിക്കാൻ എന്താ ഒരു വഴി? അവനങ്ങ് തീർത്താലോ എന്ന് ചോദിക്കുകയാണ് മിത്രൻ. അതെ, ഇപ്പൊ വേറെ ഒന്നും ആവശ്യമില്ലാതെ ആലോചിക്കണ്ട, സേതുവട്ടം പറയുന്ന കേട്ട് കൂടെ നിൽക്കുക, അത്രയും മതി എന്ന് അവസാനം ഹരി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നേരെ വന്നിട്ട് ഋതുവിന് ഒരു മോതിരം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് കുറുപ്പമാവൻ. അപ്പൊ താങ്ക് യു അങ്കിൾ എന്നൊക്കെ പറഞ്ഞത് വാങ്ങി. അല്ല, ഇവിടെ കല്യാണത്തിൻ്റെതായ ഞാൻ വിചാരിച്ച പോലെ ഒരു ആഘോഷവും കാണുന്നില്ലല്ലോ. ഇപ്പോഴത്തേതായ കുറെ ചടങ്ങുകളുണ്ടല്ലോ, ഹൽദി, മെഹന്തി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഒന്നും കണ്ടില്ല. അപ്പൊ ഋതു എല്ലാവരും ഇങ്ങനെ പരസ്പരം മിണ്ടാതെ ഇങ്ങനെ തലകുഞ്ഞ് നിൽക്കുവാണ്. അപ്പൊ എങ്ങനെയെങ്കിലും കല്യാണ ചടങ്ങ് മാത്രം നടത്തി എന്നെ ഒഴിവാക്കാനിരിക്കുമ്പോഴാ ഹൽദിയും മെഹന്തിയും ഒക്കെ എന്നായിരുന്നു ഋതുവിന്റെ ഒരു മറുപടി. അപ്പൊ സേതു ഇങ്ങനെ മിണ്ടാതെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.